എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പട്ടാണി അതായത് ഗ്രീൻ പീസ് വെച്ചിട്ടൊരു പുലാവാണ്. ഈ റെസിപ്പി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ പട്ടാണി ഇഷ്ടപ്പെടാത്തവർ പോലും ഇതെന്തായാലും കഴിക്കും. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. അതിനായി 1 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അരിനെ ഒരു 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കാം. ഉറപ്പായിട്ടും ഒരു 30 മിനിറ്റ് എന്തായാലും സോക്ക് ചെയ്യണം. പട്ടാണിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കണം. അതിനായി ഞാൻ ഒരു ഉള്ളിയുടെ 1/4 ഭാഗം എടുത്തിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി, കൂടെ 1/2 കഷ്ണം ഇഞ്ചിയുടെ പീസ് സ്ലൈസ് ചെയ്ത് എടുത്തത്, പിന്നെ ഒരു 5 പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട്, 1 കൈപ്പിടി മല്ലിയില, 1 കൈപ്പിടി പുതിനയില, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിനെല്ലാം നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ. ഇനി കുക്കർ ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ അതിലോട്ട് 1 ഉള്ളി സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഉള്ളി ഇതേപോലെ നല്ലപോലെ വഴന്ന് വന്നാൽ നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടും അതിനെ നല്ലപോലെ ഇളക്കി പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം നമ്മൾ പച്ചയ്ക്ക് അരച്ചുകൊണ്ട് എന്തായാലും ഇതിൻ്റെ പച്ചമണം പോണവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളിൽ ഫ്രോസൺ അല്ല സാധാ പട്ടാണിയാണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിനെ നല്ലപോലെ വേവിച്ചെടുത്തിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതിനെ ഞാൻ 2 മിനിറ്റ് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നമുക്ക് കുറച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് മസാല ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ബിരിയാണി പൗഡർ. ഏത് ബിരിയാണി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി മസാലയുടെ പച്ചമണം പോണവരെ നമുക്ക് നല്ലോണം ഇളക്കി വഴറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ച അരി ഉണ്ടായിരുന്നില്ലേ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഈ മസാലയിൽ ഇട്ടിട്ട് നല്ലപോലെ 2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ 1 ടീസ്പൂൺ വിനീഗറും കൂടി ഇട്ട് കൊടുക്കണം. വിനീഗർ ഇട്ടതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിയൊന്നും ഒട്ടിപ്പിടിക്കേണ്ട, എല്ലാം വേറിട്ട് നിൽക്കും. ഇനി അതിനെയും ഒരു 2 മിനിറ്റ് നല്ലോണം ഇളക്കിയതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് തോന്നിയത്, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിനെയും നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഫ്ലെയിം ലോയിൽ വെച്ച് 1 വിസിൽ വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പതുക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം. അത് കണ്ടോ, എല്ലാം വേറെ വേറെ ഇട്ട് വന്നു കഴിഞ്ഞു. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ജസ്റ്റ് 1 വിസിൽ വരുമ്പോഴേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി ഗ്രീൻ പീസ് പുലാവ് റെഡിയാക്കി കിട്ടും. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഞാൻ മല്ലിയില വിതറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും കൂടി വെച്ച് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.